സഞ്ജുട്ടേക്ക് പൂളുണ്ടാക്കിയതിന് MVD എന്തൊക്കെയാണ് പറഞ്ഞത്? 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും, വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും. പ്രതിഷേധമാണ്, സാധാരണക്കാരൻ്റെ പ്രതിഷേധം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യാൻ നിൽക്കുന്നത്. അതുകൂടാണ്ട് എനിക്ക് ദേഷ്യവുമുണ്ട്. അത് ഞാൻ സന്തോഷം പറയാം. ഞാനൊരു പുതിയ കാർ വാങ്ങിച്ചു. ഞാൻ ഇവിടെ എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. അതുപോലെ സർപ്രൈസ് ആയിട്ട് നിങ്ങൾ തന്നെ ആദ്യം അറിയട്ടെ എന്ന് വിചാരിച്ചു. കാരണം യൂട്യൂബിൻ്റെ പൈസ വെച്ചാണ് നമ്മൾ ആ കാർ എടുത്തേക്കുന്നത്. ഏകദേശം 1 CR ഞാൻ പൊട്ടിച്ചു ആ കാറിന് വേണ്ടി. ആ കാർ റിവീൽ ചെയ്യാം. അതുകൂടാണ്ട് എനിക്ക് ഉദ്ദേശമുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പേ ഇതല്ലാണ്ട് ഒരു iPhone 15 നിങ്ങൾക്ക് ₹1 കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ? എങ്ങനെയാണെന്നല്ലേ അത് ഈ വീഡിയോയുടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ എൻ്റെ ദേഷ്യമുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം. സഞ്ജു ടെക് എന്ന് പറയുന്നൊരു യൂട്യൂബർ, നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. പുള്ളിയുടെ കാറിൻ്റെ സീറ്റ് മടക്കി വെച്ച് സ്വിമ്മിംഗ് പൂളാക്കി വഴിയിലൂടെ യാത്ര ചെയ്തു. പക്ഷേ പുള്ളിക്കെതിരെ MVD കേസ് എടുത്തു, സീനാക്കി, പുള്ളിയുടെ ലൈസൻസ് റദ്ദാക്കും, കാറിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കും എന്നൊക്കെ പറഞ്ഞ് കർശന നടപടിയെന്നും മോട്ടോർ വാഹന വകുപ്പ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ഭയങ്കര സീനാക്കി വെച്ചിരിക്കുവാണ്. അപ്പം ഞാൻ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് പേടിയാണ്. കാരണം നാളെ എൻ്റെ വണ്ടി ഞാൻ സ്വിമ്മിംഗ് പൂളായി കഴിഞ്ഞാൽ എന്നെ ഇതുപോലെ പിടിച്ചോണ്ട് പോകത്തില്ലേ? അതെനിക്ക് ആലോചിക്കാൻ വയ്യ. സോ അതിനെതിരെ ഞാൻ പ്രതികരിക്കും. ഞാൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയല്ല, ഞാൻ എൻ്റെ കാറിലിരുന്ന് എൻ്റെ കാറ് ഞാൻ അടുക്കളയാക്കും, എൻ്റെ പുതിയ കാറ്. എന്നിട്ട് ഞാൻ അതിൽ കുഴിമന്തി ഉണ്ടാക്കി ഞാൻ പ്രതിഷേധിക്കും. സോ നിങ്ങളും വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പ്രതിഷേധം കാണാൻ പറ്റും. നിങ്ങൾക്കും എൻ്റെ ഒപ്പം പ്രതിഷേധിക്കാം. പ്രതിഷേധം വിത്ത് അർജു #. സോ നമുക്ക് നേരെ ആദ്യം എൻ്റെ കാർ റിവ്യൂൽ, അത് കഴിഞ്ഞ് പ്രതിഷേധം. ഓക്കെ. എൻജിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് എന്ത് ചെയ്യണമെന്നറിയാണ്ട് നിൽക്കുന്ന എൻ്റെ മുന്നിലേക്ക് യൂട്യൂബ് തുറന്നു വന്നു. ആ യൂട്യൂബിൽ എനിക്ക് കുറേ പൈസ കിട്ടി. ആ പൈസ വെച്ച് ഞാനൊരു കാർ എടുത്തു. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾ ഞാൻ സഫലമാക്കി. ഇപ്പം ഞാൻ ഈ നടന്നു പോകുന്നത് എൻ്റെ കാറിലേക്കാണ്. എൻ്റെ പുതിയ കാർ, മൈ സൂപ്പർ ഓഫ് റോഡർ കാർ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കുകയാണ് കടവാവില്. നാരങ്ങ മാറ്റി, നാരങ്ങ. സോ ഗൈസ്, വെൽക്കം ടു അവർ വ്ളോഗ്. സോ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി. ഇത് തന്ന ചെറുക്കൻ പറഞ്ഞത് ഇത് ടാങ്കിൻ്റെ വണ്ടിയാണെന്നാണ്. പക്ഷേ ഏത് കമ്പനിയാണെന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷേ കൊള്ളാം, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. കാരണം നിങ്ങൾ തന്നെ കണ്ടില്ല, ഞാൻ കയറിയിരുന്ന് ഓടിക്കും. ഇനി വണ്ടിയുടെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഇത് ലെതർ സീറ്റാണ്, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഈവൻ ദോ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലെങ്കിലും ഇത് ഊരിപ്പോടാ. സോ അടുത്തായിട്ട് ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, സ്റ്റിയറിംഗിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓ, സൗണ്ട് കേട്ടോ നിങ്ങൾ? ആ സൗണ്ട് കേട്ടോ? അതാണ് ഈ വണ്ടിയുടെ പവർ. സോറി ഗൈസ്, ഞാൻ പുതിയ വണ്ടിയാണ്, കൺട്രോളൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. ഇതാണ് എൻ്റെ ഹോൺ. സോ ബിൽഡ് ക്വാളിറ്റി പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ചതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒറ്റ ആക്സിലേറ്റർ ഉള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പറക്കും. പിന്നെ അടുത്തായിട്ട് BMW ലക്ഷറി കാർസിൽ മാത്രം കണ്ടുവരുന്നൊരു ഫീച്ചറുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, എനിക്ക് മടിയാണ് അങ്ങോട്ട് പോകാൻ, എൻ്റെ കയ്യിൽ ഡ്രൈവർ കൊടുക്കാൻ പൈസയില്ല. അപ്പോൾ നമ്മളൊരു എന്ത് ചെയ്യണം, സാധാരണ വ്യക്തി നടന്നു പോയി കാറ് വിളിച്ചുകൊണ്ട് വരണം. പക്ഷേ
എൻ്റെ കാറിൽ സംഭവമുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് ജസ്റ്റ് ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറിൻ്റെ നേരെ വരും. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഭയങ്കര ബിൽഡ് ക്വാളിറ്റിയാണ്. എവിടെ ഇടിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഞാൻ തന്നെ കുറച്ച് സ്ഥലത്തുകൊണ്ട് ഇടിപ്പിച്ചെങ്കിലും ഭയങ്കര ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ ഇത്ര നല്ലൊരു ഞാൻ നോക്കി നടക്കുമായിരുന്നു കുറേ നാളത്തെ ഇങ്ങനത്തെ ഒരു കാർ റൂഫൊക്കെ പോകാനായിട്ടുള്ളത്. ഇതൊരു ജെനുവിൻ ഒരു സെല്ലറിൻ്റെ തന്നെ ഞാൻ വാങ്ങിച്ചത്. താങ്ക് യു കുട്ടു മോൻ ഫോർ ദ കാർ. ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഇനി നമുക്ക് ഈ കാറിൽ ഞാൻ പുതിയൊരു അടുക്കള ഉണ്ടാക്കി പ്രതിഷേധിക്കും. സഞ്ജുട്ടേക്ക് പൂളുണ്ടാക്കിയതിന് MVD എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ എൻ്റെ സ്വന്തം കാറിൽ ഇനി ഞാൻ അടുക്കള ഉണ്ടാക്കും. ഞാനിവിടെ കുഴിമന്തി ഉണ്ടാക്കി കഴിക്കും. അൽഫാം കുഴിമന്തി. പ്രതിഷേധമാണ്, സാധാരണക്കാരൻ്റെ പ്രതിഷേധം. സോ സഞ്ജുട്ടയ്ക്ക് കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിന് വ്യൂസ് കിട്ടി, റീച്ച് കിട്ടി. എനിക്കും അത് വേണം. ഞാൻ കാറിൽ പാചകം ചെയ്യാൻ പോകുന്നു. കാറിൽ ഞാൻ ചിക്കൻ ഫ്രൈ വറുക്കാൻ പോകുന്നു. സോ അങ്ങനെ എൻ്റെ വാർത്തയാകും, ഞാനും വ്യൂസ് ആകും, എനിക്കും റീച്ച് ആകും. യെസ്. പിന്നെ പാചകം ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ സേഫ്റ്റി ഗോഗിൾസ് ഇടാറുണ്ട്, ആ ഡ്രസ്സ് ഇടാറുണ്ട്. കാരണം നമ്മൾ ആ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. കുക്കിംഗ് ഈസ് ആൻ ആർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അതിലത്തെ ആർട്ടിസ്റ്റാണ്. സോ എനിക്കറിയാം എങ്ങനെ കുക്ക് ചെയ്യണമെന്ന്. അതും കുറച്ചുകൂടി സാഹസികമായിട്ട് ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയിലാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ഓടിച്ചുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യും. ഓക്കെ. സോ ഗൈസ്, ഇന്ന് നമ്മൾ ആദിമ ഗോത്ര മനുഷ്യർ കുക്ക് ചെയ്ത പോലെ ചെയ്യാൻ പോകണം. ഞാൻ പറയാം, പണ്ടത്തെ കാലത്ത് കാട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവൈലബിൾ ആയിരുന്നു. ഒരു റോ മീറ്റ്, പിന്നെ ഇങ്ങനത്തെ കുറച്ച് പൊടികളൊക്കെ കാട്ടിൽ കാണത്തുള്ളായിരുന്നു. സോ ഞാനും ആ ചെറിയ സെറ്റപ്പിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മളിത് പ്രതിഷേധം അറിയിക്കുന്നതുകൊണ്ട് നമ്മൾ കാറിൽ നിന്നാണ് കുക്ക് ചെയ്യുന്നത് മൊത്തം. സോ ഫസ്റ്റ് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഉപ്പ്. I eat it raw. ഇനിയാണ് ഏറ്റവും വലിയ ടാസ്ക്. ആദ്യം മനുഷ്യർക്ക് ഒന്ന് നിർത്തിക്കുക ഈ സാധനം. എന്താ ആട്ട് തൊട്ടില്ല. ഇനിയാണ് ഏറ്റവും വലിയ ടാസ്ക്. ആദ്യ മനുഷ്യരുടെ കയ്യിൽ ഇത് എളുപ്പത്തിൽ കത്തിക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർ കല്ലിട്ട് ഒരച്ചൊരച്ചാണ് തീ ഉണ്ടാക്കിയിരുന്നത്. സോ നമ്മൾ അതുപോലെ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഇത് ചൂടാക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ദ വെഹിക്കിൾ. പ്രതിഷേധമാണിതെൻ്റെ ഫോർ സഞ്ജുട്ടയ്ക്ക്. അങ്ങോട്ട് നേരെ. യെസ്, ചിക്കൻ നല്ലതായിട്ട് വേകുന്നുണ്ട്. ഐ ക്യാൻ ഫീൽ ദ സ്മെൽ. യെസ്, ചിക്കൻ വേകുന്നുണ്ട്. ഓടിക്കടാ. ഇത് MVD പിടിക്കുമോ? ഐ ഡോണ്ട് നോ. Bro, what the dude? Oh. എടാ ഓത്തിരിക്ക്. സോ ഗൈസ്, നമ്മൾ ഇങ്ങനെ പിടിച്ച് കത്തിക്കാൻ നോക്കിയിട്ട് കത്തുന്നില്ല. ആദ്യം മനുഷ്യർ എങ്ങനെ കത്തിച്ചുകൊണ്ടിരുന്നത് എനിക്കറിയത്തില്ല. ബട്ട് ഇനി ഞാൻ ഓവർ ദ ടോപ്പ് കത്തിക്കാമെന്ന് വിചാരിച്ചു. സോ യെസ്, ഫൈനലി ഫയർ. സോ ഗൈസ്, അടിയിൽ പിടിച്ചിട്ട് കാര്യമില്ല. സോ നമ്മൾ മൊത്തം തീയിട്ടു. ദിസ് ഈസ് എ നാച്ചുറൽ വേ ഓഫ് കുക്കിംഗ്. ഏൻഷ്യൻറ്റ് ആദിമ മനുഷ്യർ. ഓക്കെ, ബാ, സ്റ്റാർട്ട് ദ വെഹിക്കിൾ. ഹെവിലി കുക്ക്ഡ് ചിക്കൻ. എൻ്റെ കൂടെ വാ, അടിച്ചു കയറി. യെസ്, ദിസ് ഈസ് ഹൗ വി കുക്ക്. ഞാൻ എൻ്റെ സ്വന്തം കാറിലിരുന്ന് ഐ എം കുക്കിംഗ്. അടുക്കള സ്വിമ്മിംഗ് പൂളാക്കല്ല, ഞാൻ കുക്ക് ചെയ്യും. ഓയാ, സോ ഗൈസ്, ഓടുന്ന വണ്ടിയിൽ നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയല്ല, നമ്മൾ ഓടുന്ന വണ്ടിയിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി പ്രതിഷേധിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു വേറൊരു വ്ളോഗർ ഇത് ചെയ്ത് കാണത്തില്ല. വി ആർ ദ ഫസ്റ്റ്. അതും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ എൻ്റെ ചിക്കൻ ഫ്രൈ എൻ്റെ കയ്യിൽ കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിന് നല്ല ചൂടുണ്ട്. സോ ഐ എം സോ പ്രൗഡ്. പിന്നെ ഇവിടെ ആളുകളൊന്നും ഇപ്പം കൂടിയിട്ടില്ല. ആ വീടിൻ്റെ മൂലക്ക് ചെറുതായിട്ടൊന്ന് പിടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല അത് പൊട്ടിത്തെറിക്കുമെന്ന്. ചേട്ടാ, പെരകത്തുമ്പോഴാണ് വാഴ വെട്ടുന്നത്. ശുഭദിനം.